എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ട്രഫാർഗറിലോ അവനാണെങ്കിൽ ആ ഒരു പ്രത്യേക റൂമിലേക്ക് കയറി ഡി ബ്ലോക്കിനുള്ളിലേക്ക് വന്ന് ആ സാഡ് ബോർഡ് അതിൽ നോക്കി നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ സാഞ്ചി അവൻ പുറകിലേക്ക് നോക്കും. ആ ഒരു പോയിസൺ ഗ്യാസ് അത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എയ്ക്കും ബിക്കും ഇടയിലുള്ള ആ ഒരു പാസേജ് അത് ഓൾമോസ്റ്റ് ക്ലോസ് ആവുന്ന കണ്ട സാഞ്ചി ആണെങ്കിൽ അവിടെ ബോധം കെട്ട് കിടക്കുന്ന ആ രണ്ടുപേരെയും പിടിച്ചു വലിച്ച് എങ്ങനെയെങ്കിലും അപ്പുറ വശത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം ആ ഡോർ ക്ലോസ് ആവുകയാണ്. നേവി സോൾജേഴ്സിനെല്ലാം ഭയങ്കര സങ്കടം. കാരണം സാഞ്ചി അവൻ അവർക്ക് വേണ്ടിയാണ് ആ വെർഗോയായിട്ട് ഫൈറ്റ് ചെയ്തത്. അവർ ഈ ഗതി വന്നല്ലോ ചിന്തിച്ച് അവർ വിഷമിച്ച് നിൽക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ സാഞ്ചി ആ രണ്ട് സോൾജേഴ്സുമായിട്ട് ഇപ്പൊ മുകളിലൂടെ ചാടി വരികയാണ്. അവൻ അങ്ങനെ പോസൊക്കെ കൊടുത്ത് ഉച്ചയ്ക്ക് പെണ്ണിനോട് ചോദിക്കും, എന്തു പറ്റി, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നീ ഓക്കെ അല്ലേ? സോൾജേഴ്സ് ആണെങ്കിൽ ഇപ്പൊ സാഞ്ചിയെ കണ്ട സന്തോഷത്തില് തുള്ളിച്ചാടും. അതിന് സാഞ്ചി ടെൻഷനായി, നിർത്തടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. നിങ്ങൾ ആരും എന്റെ പേരൊക്കെ വിളിച്ച് ചേറിയേണ്ട ആവശ്യമില്ല. ആരും എനിക്ക് താങ്ക്സ് പറയാനും പാടില്ല. എനിക്ക് താങ്ക്സ് പറയേണ്ടത് ഈ ചുന്ദരി പെണ്ണാണെന്ന് പറഞ്ഞ് അവൻ ടഷ്കയെ നോക്കും. അടുത്ത നിമിഷം അവൻ കാലിൽ കൈ കൊടുക്കുകയാണ്. കാരണം വെർഗോയുമായിട്ടുണ്ടായ ഫൈറ്റില് ഇപ്പൊ നമ്മുടെ സാഞ്ചിയുടെ ഒരു കാലിന്റെ എല്ല് നൈസായിട്ട് ബ്രേക്കായി. സാഞ്ചിക്ക് മനസ്സിലാവും, ഇനിയും കുറച്ചു നേരം കൂടെ അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യായിരുന്നെങ്കിൽ എന്റെ ബാക്കി ഉണ്ടായിരുന്ന എല്ല് കൂടെ അവൻ തല്ലി ഓടിച്ചേനെ. സാഞ്ചിക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. അവനിപ്പോ അവരോട് ചോദിക്കും, ആക്ച്വലി ആ വെർഗോ നിങ്ങളുടെ ടീമല്ലേ, അവനെന്തിനാ നിങ്ങളെ തന്നെ അറ്റാക്ക് ചെയ്ത്? അതിനാ മണ്ട സോൾജേഴ്സ് പറയും, അത് ഞങ്ങളുടെ വെർഗോ ഒന്നും അല്ല, വെർഗോയുടെ രൂപത്തിൽ വന്ന വേറെ ഏതോ ഒരു വില്ലനാണ്. ടഷിക്കാണെങ്കിൽ സത്യം നന്നായിട്ട് അറിയാം. അവൾ ഒരു സെക്കൻഡ് പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് ആ സോൾജേഴ്സിനോട് പറയും, അത് നമ്മുടെ വെർഗോ അല്ല, അത് വേറെ ആരോ ആണ്. നമ്മുടെ വെർഗോ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ല. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കണ്ട. എത്രയും വേഗം ആ കുഞ്ഞുങ്ങളെ കണ്ടെത്തി നമുക്ക് പുറത്തേക്ക് പോകണമെന്ന് ടഷിക്ക് പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ വെർഗോയെ കാണിക്കും. വെർഗോ ആണെങ്കിൽ ആ സാഡ് റൂം നോക്കി കുതിച്ചു പായാണ്. അതിനിടയിൽ അവൻ ആരെയോ ഫോണിൽ കോണ്ടാക്ട് ചെയ്ത് എന്തൊക്കെയോ ചില ഡീറ്റെയിൽസ് അവരോട് ഷെയർ ചെയ്യാണ്. ആ കോൾഡ് ഓപ്പോസിറ്റ് സൈഡ് അത് മറ്റാരുമല്ല, ജോക്കർന്ന് ഓമന പേരുള്ള ആ ഡോപ്ലമിംഗോ ആണ്. അവനാണെങ്കിൽ ട്രഫാർഗറിലോ ആ സാഡ് റൂമിലേക്ക് പോയ കാര്യം അറിഞ്ഞ് ഒരു സെക്കൻഡ് ഷോക്കാവും. ഓക്കെ, കുഴപ്പമില്ല, അവനെ ഞാൻ എന്റെ ഒരു അനുജനെ പോലെ കണ്ടാണ് വളർത്തിക്കൊണ്ടു വന്നത്. അവനിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അടുത്ത നിമിഷം ഏതോ ഒരുത്തി ചാടി വീണ് ഇപ്പൊ അവന് നേരെ ഒരു ഗണ്ണ് പോയിന്റ് ചെയ്യാണ്. പക്ഷെ ഡോഫ്ലമിംഗോ ആണെങ്കിൽ അപ്പോഴും കാഷ്വലായിട്ട് ഫോണിൽ സംസാരിക്കും. നിങ്ങളൊന്നും നോക്കാനില്ല, ആ സാഡ് റൂം അത് നശിപ്പിക്കണം എന്ന് പറയും. ഇവിടെ ആ പെണ്ണാണെങ്കിൽ ഇപ്പൊ ഡോഫ്ലമിംഗോയെ ഷൂട്ട് ചെയ്യാണ്. അവൻ തെറിച്ചു പോയി വീഴും. അപ്പോഴും ഒരു കുലുക്കവും ഇല്ലാതെ അവൻ ഫോണിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഷൂട്ട് ചെയ്യുന്ന പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ടിനെ ഡോഫ്ലമിംഗോ അവൻ കൊന്നു കളഞ്ഞു. അതിന്റെ റിവഞ്ചിലാണ് അവളിപ്പോ അവനെ അച്ചറം പൊച്ചറം ഷൂട്ട് ചെയ്യണേ. അവളാണെങ്കിൽ വീണ്ടും അവളുടെ കയ്യിലും ബോഡിയിലുള്ള ആയുധങ്ങളൊക്കെ വെച്ച് അവൻ അറ്റാക്ക് ചെയ്യാണ്. അതിന് ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ ചാടി വീണ് അവളുടെ കയ്യിൽ തന്നെ ഷൂട്ട് ചെയ്യും. ഡോഫ്ലമിംഗോ ആണെങ്കിൽ ഇപ്പൊ വെർഗോയോട് പറയും, ആ ട്രഫാർഗറിലോയെ അവനെ വെറുതെ വിടാൻ പാടില്ല, കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള മരണം തന്നെ അവന് കൊടുക്കണം. വെർഗോ ആണെങ്കിൽ പ്രോമിസ് ചെയ്യും, ഉറപ്പായാലും എന്റെ കൈകൊണ്ട് ഞാൻ അവനെ കൊല്ലുമെന്ന്. ഡോഫ്ലമിംഗോ ആണെങ്കിൽ ഇപ്പോ ആ മോണറ്റിനെയും സീസറിനെയും കൂടെ കോണ്ടാക്ട് ചെയ്യും. എല്ലാവരോടും വളരെയധികം കെയർഫുൾ ആയിരിക്കാൻ അവനൊരു വാണിംഗ് കൊടുക്കും. ഒരു കാരണവശാലും നമ്മുടെ പ്ലാനിങ്ങിന് യാതൊരു തെറ്റും സംഭവിക്കാൻ പാടില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ സി ബ്ലോക്കിലുള്ള ആ റിസർച്ച് ലാബ് കാണിക്കും. അവിടെയാണ് മോണറ്റും ലൂഫിയും ഉള്ളത്. ലൂഫിയുടെ ഒരേ ഒരു ലക്ഷ്യം ആ സീസർ വില്ലനെ പിടിക്കുക എന്നതാണ്. അതിനുവേണ്ടി അവൻ മുൻപോട്ട് കുതിക്കും. ഉടനെ മോണറ്റ് അവൾ ഞൊടിയിടയിൽ അവളുടെ ഐസ് പവർ ഉപയോഗിച്ച് ലൂഫിയെ തടയുകയാണ്. ലൂഫി ആണെങ്കിൽ ഇത് വെറും സ്നോ അല്ലേ, ഇതൊന്നും എന്നെ തടയില്ല എന്ന് പറഞ്ഞ് മുൻപോട്ടേക്ക് കുതിക്കും. അതിന് മോണറ്റ് അവളാണെങ്കിൽ അവളുടെ സ്നോയുടെ പവർ എന്താണെന്ന് ഇപ്പൊ ലൂഫിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവൾ സ്നോ ഉപയോഗിച്ച് ലൂഫിയെ ചുരുട്ടിയെടുത്ത് അങ്ങനെ മടക്കി ലോക്ക് ചെയ്യും. കൺട്രോൾ പോയ ലൂഫി ആണെങ്കിൽ ആ ഐസിൽ ആഞ്ഞടിച്ച് അത് മുഴുവനായിട്ടും തകർത്ത് അവളെ നോക്കും. പക്ഷെ അവളെ ആണെങ്കിൽ അപ്പ അവിടെ കാണാനുണ്ടാവില്ല. ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞ് ലൂഫി പുറത്തേക്ക് ഓടാൻ ശ്രമിക്കും. അപ്പ അവള് വീണ്ടും ഇപ്പൊ ലൂഫിയുടെ മുന്നിലേക്ക് വരികയാണ്. ഐ എം സോറി, കുറച്ച് സമയം നീ എന്റെ കൂടെ സഹകരിച്ചേ പറ്റൂ. എനിക്കിപ്പോ നിന്നെ ഇവിടുന്ന് പുറത്തേക്ക് വിടാൻ പറ്റില്ല, നിന്നെ ഇവിടെ തടഞ്ഞേ എനിക്ക് പറ്റൂ. അവളാണെങ്കിൽ ലൂഫി അവിടുന്ന് രക്ഷപ്പെടാതിരിക്കാൻ ഇപ്പൊ സ്നോ വെച്ച് ഒരു ഡോം ക്രിയേറ്റ് ചെയ്യും. ലൂഫിക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കും, ഇവൾ എന്തായി ചെയ്യണേ,
എനിക്ക് വീണ്ടും വീണ്ടും ഇവൾ 8ന്റെ പണി തീരാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് പോയി ഗാറ്റ്ലിംഗ് പവർ ഉപയോഗിച്ച് അതിനെ അറഞ്ചം പൊറഞ്ചം ആഞ്ഞിട്ടിക്കും. ലൂഫിയുടെ ഇടിയില് ആ ഡോം തകർന്ന് താഴെ വീഴും. പക്ഷെ എന്താ, അവളാണെങ്കിൽ വിടാതെ ലൂഫി അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ബിസ്ക്കറ്റ് റൂമിന്റെ അടുത്ത് അവിടെയാണെങ്കിൽ ആ കുഞ്ഞുങ്ങള് മുറവിളി കൂട്ടുകയാണ്. കുഞ്ഞുങ്ങളാണെങ്കിൽ ആ ഡോറിൽ ആഞ്ഞടിക്കാണ്. ഡോർ തുറക്ക്, ഞങ്ങൾക്ക് പുറത്തേക്ക് പോകണം, ആ ബിസ്ക്കറ്റ് റൂം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാൻഡീസ് കിട്ടിയിട്ടില്ല എങ്കിൽ ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞ് അവർ വീണ്ടും വീണ്ടും ശക്തിയായിട്ട് ഇടിക്കും. ഇവിടെ ആ കുഞ്ഞു പെണ്ണിന് അവൾക്കാണെങ്കിൽ ഒരുപാട് വിഷമാവും. എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ അവരെ ഇനി ബിസ്ക്കറ്റ് റൂമിലേക്ക് വിടില്ല. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും നോർമലായി തിരികെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവള് കരയാണ്. അത് കാണുമ്പോൾ ചോപ്പറിനും അവളോട് ഒരുപാട് സ്നേഹം തോന്നും. കാരണം നമ്മുടെ ചോപ്പറിന്റെ ആഗ്രഹം അവരെങ്ങനെയെങ്കിലും രക്ഷിച്ച് അവിടുന്ന് കൊണ്ടുപോവുക എന്നാണ്. കുഞ്ഞുങ്ങളാണെങ്കിൽ ഇടിച്ചിടിച്ച് ആ ഡോറിന്റെ സെൻട്രൽ ഭാഗം അതങ്ങനെ വളഞ്ഞ് പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. ചോപ്പറിന് മനസ്സിലാവും അവനെ കൊണ്ട് ഇനി പിടിച്ചു നിൽക്കാനാവില്ലെന്ന്. അവൻ ആ കുഞ്ഞിപ്പെണ്ണിനോട് പറയും, സമയം കളയണ്ട, നീ ആ ബിസ്ക്കറ്റ് റൂമിലേക്ക് പോയി ആ ക്യാൻഡീസ് എല്ലാം എടുത്ത് അവിടുന്ന് ദൂരേക്ക് കളാ. അവൾ അത് കേട്ട് അവിടേക്ക് ഓടുമ്പോഴേക്കും അടുത്ത നിമിഷം തന്നെ കുട്ടികൾ ആ ഡോറ് മുഴുവനായിട്ടും ഇടിച്ച് പൊട്ടിച്ച് പുറത്തേക്ക് പാഞ്ഞടുക്കുകയാണ്. ചോപ്പറിന് അവരെ നിർത്താനായിട്ട് കഴിയില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ബ്രൗൺ ബിയർഡിനെ നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവരുടെ തൊട്ട് പിന്നാലെ ആ ഡ്രാഗൺ ആണെങ്കിൽ അവിടെ മുഴുവൻ തീ കത്തിച്ച് അവരെ ഫോളോ ചെയ്യാണ്. ബ്രൗൺ ബിയർഡ് പറയും, സോറോ എന്തെങ്കിലും ചെയ്യേ, ഇങ്ങനെ തീ പിടിച്ചു കഴിഞ്ഞാൽ ബിൽഡിംഗ് തകർന്ന് ആ പോയിസൺ ഗ്യാസ് അതെല്ലായിടത്തും സ്പ്രെഡ് ആവും. സാമുറായിക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. ഓക്കെ, കുഴപ്പമില്ല, അതിന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് അവൻ ആക്ഷനൊക്കെ ഇട്ട് നിൽക്കും. അത് കേട്ട് ബ്രൂക്ക് ആണെങ്കിൽ ഇപ്പൊ സാമുറായി തള്ളി താഴെയിട്ട്, നീയല്ല ഞാനാണ് അതിന്റെ കഥ കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് സ്ക്വാഡ് കയ്യിലെടുക്കും. ഈ വൃത്തികെട്ട ഡ്രാഗൺ അവനോട് പക വീട്ടാനുള്ള അവകാശം അതെനിക്ക് മാത്രമാണ്. എനിക്ക് ഫ്ലഷ് ഇല്ല എന്ന് പറഞ്ഞ് ഇതെന്നെ ഇൻസൾട്ട് ചെയ്ത് കടന്നു പോയതാണ്. ആ ഇൻസൾട്ട് അത് തീർക്കാനുള്ള സമയം ഇതാണ്. പക്ഷെ സാമുറായി ആണെങ്കിൽ അതിന് സമ്മതിക്കില്ല. അങ്ങനെ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് ഒരിഞ്ഞ അട്ടിയിടി ബഹളം. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നാമി അവളാണെങ്കിൽ അവളുടെ ഡാർക്ക് ക്ലൗഡ് അത് ക്രിയേറ്റ് ചെയ്യും. ഡ്രാഗൺ കറക്റ്റ് ആയിട്ട് അതെന്തോ സ്നാക്സ് ആണെന്ന് കരുതി കടിക്കും. ഓൺ ദ സ്പോട്ട് ബമ്പർ ഫോഴ്സിൽ മിന്നലടിച്ച് അത് കത്തിക്കരിയാണ്. ഉസോപ്പ് ഗ്യാപ്പില് ഒരു ഡേർട്ടി ഫ്ലവർ അതിന്റെ വായിലേക്ക് അടിച്ചു വിടും. ആ സ്മെല്ല് താങ്ങാൻ കഴിയാതെ അതിന്റെ ബോധം പോകും. ടോബിനാണെങ്കിൽ അതിന്റെ ബോഡിയിൽ ഒരുപാട് കൈകൾ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ തന്നെ കൈയും കാലും വാലൊക്കെ പിടിച്ചു വലിച്ചൊടിക്കും. ഡ്രാഗൺ ആണെങ്കിൽ പറക്കാൻ കഴിയാതെ അടിച്ച് താഴെ വീഴും. ഉടനെ സാമുറായും ബ്രൂക്കും അതിനെ വെട്ടാനായി പാഞ്ഞടുക്കും. പക്ഷെ അതാണെങ്കിൽ അവർക്ക് നേരെ ഫയർ തുപ്പുകയാണ്. അത് കണ്ട നമ്മുടെ സാമുറായി ആളാണെങ്കിൽ ആ ഫയർ വെട്ടിയെറിഞ്ഞ് അതിനെ അറഞ്ചം പൊറഞ്ചം വെട്ടും. ഇവിടെ നമ്മുടെ ബ്രൂക്ക് അവൻ ഐസ് പവർ ഉപയോഗിച്ച് ഡ്രാഗന്റെ ഫയർ ബ്ലോക്ക് ചെയ്ത് അതിനെ വെട്ടിവെറിയാണ്. ബ്രൂക്ക് ആണെങ്കിൽ അതിനെ ചവിട്ടി മെതിക്കും. ഇനി ഒരു കാരണവശാലും നീ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, എനിക്ക് ഇതിനോട് പകയുണ്ട്, നിനക്കെന്തിനാ ഇതിനോട് ഇത്രയും പകയെന്ന് ബ്രൂക്ക് ഇപ്പോ സാമുറായോട് ചോദിക്കും. അതിന് സാമുറായി പറയും, നിന്നോട് ചെയ്തതിനെ കഴിഞ്ഞും വലിയൊരു ക്രൂരത ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ വെട്ടി വീഴ്ത്തിയത്. ആ ഡ്രാഗന്റെ കാറ്റ് പോയെന്ന് മനസ്സിലാക്കിയ ബ്രൂക്കും സാമുറായും അവര് തിരികെ ബ്രൗൺ ബിയർഡിന്റെ മുകളിൽ കയറും. അപ്പൊ ദൂരത്തായിട്ട് അവര് കാണും ചോപ്പർ അവന്റെ ബീസ്റ്റ് മോഡിലേക്ക് പോയി ആ കുഞ്ഞുങ്ങളെ തടഞ്ഞു വെക്കുന്നത്. കുഞ്ഞുങ്ങളാണെങ്കിൽ ചോപ്പറിനെ അവരുടെ മുഴുവൻ പവറും എടുത്ത് തല്ലി തല്ലി കൊല്ലുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പോ ലാബിലുള്ള ഒരു ചെറിയ പെൺകുട്ടിയെ കാണിക്കും. അവളാണെങ്കിൽ ആ മഞ്ഞവില്ലന്മാരോട് ചോദിക്കും, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ പയ്യൻ അവിടെ, ആരും പോവാൻ പാടില്ല എന്ന് പറഞ്ഞ ആ സീക്രട്ട് റൂമിലേക്ക് പോയി. അവിടെ എത്തി അവൻ ഒരു ചെറിയ ഡ്രാഗണായി മാറി. അവന്റെ പേരാണ് മൊമന്റോസ്കി. അവൻ എവിടെ പോയി? ആക്ച്വലി ഈ മൊമന്റോസ്കിയാണ് ആ സാമുറായിയുടെ മകൻ. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.